നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അത് തന്നെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രചോദ് ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീറിക്ക. സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറിൽ നമ്മളൊരു പുതിയ കോമ്പിനേഷൻ അങ്ങോട്ട് പരീക്ഷിച്ചാലോ? അടിപൊളി. ശ്യാമുണ്ട്, ശംഭു ഉണ്ട്, കൂടെ ദീപുണ്ട്. നല്ല കൈഡി. ഹലോ ഹലോ, ആരാ? മെമ്പർ അജിത്ത്. അയ്യോ, അത് ഞാൻ ലോട്ടറിന്ന് എടുത്തില്ലല്ലോ. എന്തോന്ന് ബമ്പർ അടിച്ചെന്ന് പറഞ്ഞ്? നമ്പർ അടിച്ചെന്നല്ല, പിന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പർ അജിത്താണ്. എന്താ അജിത്തെ വിളിച്ചത്? ഞാൻ നിങ്ങളുടെ മകൻ സണ്ണിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. സണ്ണിയുടെ കാര്യം പറയരുത്, സണ്ണിയുടെ കാര്യം പറയരുത്. എന്റെ അടുത്ത് എന്റെ മകൻ സണ്ണിയുടെ കാര്യം പറയരുത്. എന്നെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കണ്ട പെണ്ണിനോട് ഒളിച്ചോടി പോയവനാണ് സണ്ണി. അതുകൊണ്ട് അവന്റെ കാര്യം ഇവിടെ പറയരുത്. നിങ്ങളത് പൊടിക്ക് അടങ്ങ്. അവന്റെ സർട്ടിഫിക്കറ്റിന്റെ രേഖകൾ എടുക്കാൻ വേണ്ടി ഇന്ന് അങ്ങോട്ട് വരും. ദയവ് ചെയ്ത് നിങ്ങൾ എതിരെ അഭിപ്രായം ഒന്നും പറയരുത്. അവനോ അവന്റെ വീട്ടുകാരോ ഇതിനകത്ത് വരരുത്. ഞാൻ ഈ വീട്ടിനകത്തോട്ട് കയറ്റില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിനകത്ത് ആരെയും ഞാൻ കയറ്റില്ല. വെച്ചിട്ട് പോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ വീട്ടിലോട്ട് കയറി വരുന്നു ഒരുത്തരം ഈ വീട്ടിനകത്ത് ഞാൻ കയറ്റൂല. എന്നെ അങ്ങനെ ആക്കിയതാ. എന്റെ വീട്ടിലോട്ട് മുമ്പേ കയറുന്നട മാമ അങ്ങോട്ട്. നീ എന്താണ് പറഞ്ഞത്? സോ വസതിയാണ്. അപ്പൊ നിന്റെ വീട്ടിൽ നീയാണ് ആദ്യം പോകണം. എനിക്ക് എന്റെ മമ്മിയെ പേടിയാവുന്നു. മമ്മി പേടിയത് നീ ആട്ടയിൽ വന്നപ്പോ നീ എന്താണ് പറഞ്ഞ? മാമ എന്റെ കൂടെ നിന്നാ മതി, ഞാൻ കാര്യങ്ങളെല്ലാം ഏറ്റുകൊള്ളാം. സൈഡ് സീറ്റ് കയറി ഇരുന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയാണ്. എനിക്ക് തോട്ടപ്പള്ളി ചീപ്പെങ്കിലും കാണാൻ പറ്റിയാണ്. അതല്ല മമ്മി എനിക്ക് പേടിയാവുന്നു. മമ്മി പേടി. നീ ചെല്ലടാ, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പെട്ടെന്ന് വാടാ. ഞാൻ എടുത്തോണ്ട് വരാം. കാര്യമില്ല, എല്ലാം അങ്ങോട്ട് മമ്മി ധൈര്യമായിട്ട് ചെല്ലടാ അങ്ങോട്ട്. ആറ്റാ മമ്മി മമ്മി ഇതിൽ വീഴും. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. How I wonder what you want. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. How I wonder what you want. ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാദ്യത്തിനന്തിമം രണ്ടക്ഷരം ചേർന്നിടിനാൽ അത് പച്ചരിയോ പുഴുക്കലരിയോ അങ്ങനെ എന്തോ ആവും. കേരള പാഠാവലി അധ്യായം 1. ആരുടെ ഇത്? എന്റെ ഭാര്യയുടെ മാമനാ, അമ്പിളി മാമൻ. എപ്പം മുകളിൽ നിന്ന് താഴെ വന്നു? മനസ്സിലായില്ല. അമ്പിളി അമ്മാവനെന്ന് പറഞ്ഞു. മോളിക്കടെ അമ്പിളിമാമനല്ല, താഴെയുള്ള അമ്പിളിമാമനാണ്. മനസ്സിലായില്ല. ഇവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ പെങ്ങളുടെ മകളെയാണ്. അദ്ദേഹമേ, ഓഹോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പ്രായമായ ഒരാളല്ലേ? ഈ ഒരു പയ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചു പറയേണ്ട ഒരു മര്യാദയില്ലായിരുന്നു? നീ വിളിച്ചു പറഞ്ഞില്ലടാ. ഞാൻ മമ്മിക്ക് അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് തത്ത ഇഷ്ടമാണ്, തത്തെ കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചാ. അവൻ എന്നോട് ചോദിച്ചു തത്തയെ കൊണ്ടുവരട്ടേത്. പ്രായപൂർത്തിയായ ഒരു പയ്യനല്ലേ, അമ്മയല്ലേ. ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. തത്തയെ കൊണ്ടുവരുന്നതിന് വേണ്ടി 1 കൊല പഴവും തത്തയ്ക്കൊരു കൂടും പണിഞ്ഞോണ്ടിരുന്നപ്പം ഇവൻ ഗേറ്റും തുറന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നു. ഞാൻ ചോദിച്ചു ആരടാന്ന്. അപ്പോഴാണ് ഇവൻ പറയണത് ഇതാണ് തത്തേന്ന്. ഞാൻ പറഞ്ഞു ഇറങ്ങടാന്ന്. 18 കിലോയാ ഞാൻ ഒറ്റക്കിരുത്ത് തിന്നത്. എന്തോന്ന്? തത്തയ്ക്കുള്ള തിന. നിങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോ കാട് പിടിച്ച് കിടന്നില്ലേ? ഓ, അത് റബ്ബറും തോട്ടമല്ല, ഞാൻ തിന്ന തിനയാ തിന. ഒരു കാര്യം ചെയ്യ്, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തങ്ങോട്ട് കൊടുക്കും. കാർഷിക വിപണന കേന്ദ്രങ്ങളൊക്കെ എടുത്തു കൊടുക്കും. മമ്മി കൊണ്ടുവന്ന സാധനം കണ്ട കാച്ചില്. ഇത്രയും നാൾ എവിടെയായിരുന്നടാ? മണ്ണിന്റെ അടിയില്. മണ്ണിന്റെ അടിയില്ല, കാട്ടില് മണ്ണിന്റെ അടിയില്. മമ്മി ഞാൻ കൊണ്ടുവന്ന് കണ്ടോ ചേന? എന്തിനാ ചേന കൊണ്ടുവന്നത്? നാളൊരു സമയത്ത് നിങ്ങൾ പറയരുത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരു ചേനയും കൊണ്ടുവന്നില്ലെന്ന്. അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. ചേന ചൊറിയും, വെളിച്ചെണ്ണ വാരി തേച്ചാൽ മതി, മാറും. എടാ, എന്നാലും നീ മറന്നില്ലല്ലോ. അങ്ങനെ മറക്കാൻ പറ്റൂ? ആ 2 അക്ഷരല്ലേ ഉള്ളു. എന്തോന്ന്? ചേന. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് പുഴുങ്ങും പറഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ പുഴുങ്ങ്. നീളുടെ പറഞ്ഞ എങ്ങനെ വിഷയമാണെന്ന്. ഈ ഇതുണ്ടല്ലോ, ഉണക്കമുളകും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരു സംഭവം സെറ്റിങ് അടിപൊളിയായിരിക്കും. ഇങ്ങനെ അടുത്ത് പറഞ്ഞുകൂട്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ നേരെ ഐറ്റം വരെ പോ. ഞാനും കൂടെ വരാം. എന്തിന്? നല്ല സ്കിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളിടി പിടിക്കാം. വെള്ളിടിയോ? സിൽവർ പഞ്ച്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് എല്ലാ ആയതിനും നീ ഇങ്ങനെ ആയതിനും കാരണം നിന്റെ അച്ഛനാണ്. നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. നിങ്ങൾക്കറിയാവോ, അങ്ങനെ 24 മണിക്കൂറും ക്ലബിനകത്താ. അങ്ങേരും 4 പേരും ക്ലബിനകത്ത് 24 മണിക്കൂറും. അദ്ദേഹത്തിന്റെ പേരെന്തേര്? വില്യംസ്. ക്ലബിൽ 4 പേരായിട്ട് വട്ടം ചൂട് നിൽക്കുന്നെങ്കിൽ ഞങ്ങളുടെ പേര് വില്യംസ് എന്നല്ല, പിന്നെ ക്യാരംസ്.
യു ബാറ്റ്സ്മാൻ, ഐ മീറ്റ് യു ബാറ്റ്സ്മാൻ. മനസ്സിലായില്ല. നീയാ നാറി, എന്തിനാടാ എന്നെ കൂടെ നാറ്റിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടുന്ന് പോയതിന് ശേഷം നിന്റെ പപ്പ ആ ഇരുട്ട് മുറിക്കകത്താണ്. കാണിക്കാത്ത ഡോക്ടറില്ല, പ്രാർത്ഥിക്കാത്ത ദേവാലയങ്ങളില്ല. നേരത്തെ കാലത്തും കറണ്ട് ചാർജ് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഫീസ് പോയിക്കൊണ്ട് പോകും. അവന്റെ മണ്ടേ കൊണ്ടുവരണതിന് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വന്ന സ്ഥിതിക്ക് ചെറുക്കൻ നിങ്ങളുടെ വീട്ടിലും ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓ. ഈ സാമ്പത്തികമൊക്കെ എങ്ങനെയാ? ഇത് സാമ്പത്തികമൊക്കെ എങ്ങനെയാ? സാമ്പത്തികം തരണമെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാടായിരിക്കണം. എന്റെ വീട് അന്തസ്സുള്ള തറവാടാണ്. അന്തസ്സിന്റെ കാര്യം പറയല്ലേ. പണത്തിന് മാത്രമേ ഇത്ര കുറവുള്ളൂ, അന്തസ്സിന് ആഭിചാരത്തിനും ഒട്ടും കുറവില്ല കേട്ടോ. പിന്നെ ഒരു 55 രൂപ തരൂ. എന്തിന്? നമ്മൾ രണ്ടുപേരും വന്ന് ആട്ടോക്കൂലി കൊടുക്കാനാ. കിടന്ന് അലക്കാടാ, അക്കച്ചി പൈസ തരൂടാ. മാമ എന്തിനു പേടിക്കുന്നത്? എനിക്കൂടി അവകാശപ്പെട്ട വീടാണ്. മാമൻ ധൈര്യമായിട്ട് കയറിയില്ല മാമ. അല്ല, ഇരിക്കരുത്. ഇരിക്കണം മാമ, ഇരിക്കരുത്. ഇരിക്കണമെന്ന്. ഇരിക്കരുത്. ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കരുത്. പിന്നെ ഇരിക്കാനല്ലോ. ഇതല്ലാതെ What nonsense you're talking? What nonsense you're talking? My house. Get out, I say. Get out, I say. യു സ്റ്റോപ്പ് ഇറ്റ്. ശ്രദ്ധിക്കൂ, പോലീസിൽ നിന്നോ CBI നിന്നോ കസ്റ്റംസിൽ നിന്നോ ഒരു പ്രത്യേകതരം കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. തീർച്ചയായിട്ടും ഈ പെണ്ണുപിള്ളായിരിക്കും അതിന്റെ പിന്നിൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി അമ്പിളി മാമൻ. താങ്ക് യു. നീ അവിടെ വലിയ ദുരിതത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞടാ. ഞാൻ ഇന്നലെ പീലിച്ചായനെ കണ്ടായിരുന്നു. പീലിച്ചായൻ പറഞ്ഞു നിന്റെ ജീവിതം അവിടെ സുഖകരമല്ലെന്ന്. ഇന്ന് രാവിലെയും പീലിച്ചായനെ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ രാവിലെ കാണുകയും ചെയ്ത് കുടിക്കുകയും ചെയ്ത്. എന്തോന്ന്? കാലിച്ചായ. മമ്മി അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ തെറ്റിദ്ധാരണ കോമഡി ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. മമ്മി, എനിക്കൊരു കാര്യം അറിയണം. എന്തുവാടാ? എനിക്ക് ഇന്ന് തന്നെ എന്റെ ഷെയർ കിട്ടണം. നീ ഷെയർ ചോദിക്കാറായോടാ? കൊള്ളാം, ഷെയർ ചോദിക്കാറായെന്നോ? 6 മണി ആവണം. ആകപ്പാടെ 30 വരെയും കൊണ്ട് എന്റെ അടുത്ത് മാമ ഷെയർ ഇടണ്ടേ. 30 വരെ ഇട്ടിട്ടുണ്ട്, ഇതുവരെ കുടിക്കുകയും ചെയ്യും. അറിയാമത്തോണ്ട് ചോദിക്കുകയാണ്, ഈ ചെറുക്കനെ ബിവറേജിലാണ് പറ്റിട്ടത്. മാമ ആ ഷെയർ അല്ല, എനിക്ക് എന്റെ ഷെയർ കിട്ടണം മമ്മി. നിനക്കിപ്പോ എന്തിനാ ഷെയർ? എനിക്കും തത്തയ്ക്കും വീട് വെച്ച് കഴിയാനാ. ഇപ്പൊ നീ താമസിക്കുന്ന വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൾ അച്ഛനും അമ്മയും അവൾ അനിയത്തിയും. അച്ഛന്റെ പേരെന്തോന്ന്? ഉയിലൻ. അമ്മയുടെ പേര്? ചിത്തിര. അനിയത്തിയുടെ പേര്? മൈന. നിങ്ങളുടെ വീട്ടുപേരാ? ജെ നിവാസ്. നോ, ജെ നിവാസ് എന്നല്ല ഇടേണ്ടത്. പിന്നെ തെറ്റേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം കുറെ കിളികളെ പേരുണ്ടാക്കി വെച്ചിട്ട് അവന് ഷെയറും ചോദിച്ചു വന്നേക്കുന്ന ഒരു ഷെയർഖാൻ. മമ്മി, എനിക്ക് എന്റെ രേഖകൾ അടങ്ങിയ പെട്ടിയും എന്റെ ഷെയറും കിട്ടിയേ പറ്റൂ. നീ വന്ന് ഷെയർ ചോദിച്ചു. ഈ മനുഷ്യൻ വന്നിട്ട് ഇത്രയും നേരമായി ഷെയർ ചോദിച്ചടാ. അന്തസ്വാഭിജാത്യമുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ. ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കുക. മക്കങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊന്നും. എന്തായാലും കാരണം ഒരു കാര്യം മനസ്സിലാക്കണം. യവനെ ഞാൻ പൊന്നുപോലെ വളർത്തിയതാ. യവൻ എങ്ങനെ തോന്നി എന്നെ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ? അങ്ങനെ ചെയ്യാൻ നമ്മള്. മാമ ഇങ്ങനെ വന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാനും എന്റെ പെണ്ണ് കെട്ടി എന്തിനാണ് സുഖമായിട്ട് ജീവിക്കാൻ തന്നെ. അത് എന്റെ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ? അതാണ് ഞാൻ ചോദിക്കണം. അങ്ങനെ കാരണം ഒന്നും കിട്ടുവന്നേ. കാരണം ഒന്നും കിട്ടും. ഞാനും എന്റെ ഭർത്താവും യവനെ പൊന്നുപോലെയാണ് വളർത്തിയത്. എന്നിട്ട് യവനെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ കാരണവരെ? അങ്ങനെ ചെറുക്കൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. മാമ ഇങ്ങോട്ട് വന്നോ മാമ. ഞാൻ പറയുന്ന കാര്യം എന്റെ തത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഞാൻ ജീവിക്കൂല, അല്ലെ ഞാൻ ചത്തുകളയും. നീ തത്തെ വിട്ട് കളിക്കരുതെന്ന് ഞാൻ പറയാം. കാരണവരെ ചായ കുടിച്ചിട്ട് ഇനി സംസാരിക്കാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് അടിച്ചേ ഇതിലേക്കാണ് ചായ കംപ്ലീറ്റ് ചെയ്തത്. ക്ലാസ് കടിച്ചിട്ടില്ല ഞാൻ. അതാണ് പറഞ്ഞത്. എനിക്ക് എന്റെ രേഖകളാണെങ്കിൽ പെട്ടിയും എനിക്ക് എന്റെ ഷെയർ കിട്ടണം മമ്മി. 2 മാസങ്ങൾക്ക് ശേഷം അവൻ പോയിട്ട് എന്റെ അടുത്ത് വന്ന് ഷെയർ ചോദിക്കുന്നു. അവിടെ അവർക്ക് ഫീൽ ചെയ്തു. നീ എന്തൊരു സംസാരമാണ് എടുത്തു പറഞ്ഞു. സംസാരിക്കടാ. എന്റെ മമ്മി ഒതുങ്ങടാ. സംസാരിക്കണം. അവൻ പാവപ്പെട്ട ഒരു അമ്മച്ചിനെ കഷ്ടപ്പെടുത്താനായിട്ട്. അതെ, നിങ്ങൾ എന്തിനാണ് വിഷമം അത് പറയും. എന്റെ സംസാരിക്കല്ലേ, ഒതുങ്ങ്. കാര്യം നിങ്ങൾ ഭാഗം പറയാം. സംസാരിക്കില്ല, നിർത്ത് നിർത്ത് നിർത്ത്. നാക്കകത്തോട്ട് പാപത്ത് ഉണ്ടായി അവിടെ. ഇന്നല്ലാതെ പാവപ്പെട്ട ഒരുത്തം കിടന്ന് കഷ്ടപ്പെട്ട് ഉഴുപ്പലടിച്ച് തറക്കളെ മിണ്ടല്ലോ. സംസാരിക്കാണോ? നിങ്ങളടുത്ത് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളൊന്ന് പറയും. എന്റെ മകനല്ലേ? ഒരു കാര്യം ചെയ്യും. നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, ഞാൻ വിട്ടില്ല. നമ്മളെ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം മമ്മി എന്നിട്ട് കടുപ്പിടുത്തം പിടിക്കുന്നത്. എന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ തന്നൂടെ മമ്മിക്ക്? നീ ഇനി എന്ത് പറഞ്ഞാലും നിന്റെ ഷെയറും നിന്റെ പെട്ടിയും സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടുന്ന് ഞാൻ തരത്തില്ല. മമ്മി ഇത്ര വാശി കാണിക്കുന്നത് എന്തിനാ മമ്മി? ഞാൻ തരത്തില്ല തരത്തില്ല തരത്തില്ല. മക്കളെ പെട്ടി കിട്ടിയടാ.
കിട്ടിയതാ. അടുപ്പിന്റെ ഇടയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാ കണ്ടുപിടിക്കുന്നില്ല വിചാരിച്ചല്ലേ? ജാക്സൺ, നീ ക്യാരി ഓൺ. വയ്യാത്ത കൈയും കൊണ്ട്. ആ എന്റെ ജോമതി, എന്റെ പേന, പഴയ മൊബൈല്. മാമ ഇതെനിക്ക് ഡാൻസിന് പാടിന കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഒരു കിലോ കപ്പലടിക്കുണ്ട്. മാമ മറ്റേ സാധനം കാണുന്നില്ല മാമ. എടാ, 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു സാധനം കിട്ടുമല്ലോ. ചപ്പളാങ്കട്ടെ. ചപ്പളാങ്കല്ല, സർട്ടിഫിക്കറ്റ്. അതിനകത്തില്ല. വിലപ്പെട്ട സംഭവം കൊടുക്കുക അങ്ങോട്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രം ഞാൻ അവന് കൊടുക്കത്തില്ല. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് എനിക്ക്. അത് ഞാൻ അലമാരക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇവന്റെ വിലപ്പെട്ട സാധനം നിങ്ങൾക്ക് അലമാര വെച്ച് പൂട്ടിയത്? വർഷാവർഷം ഓരോ അധ്യാപകന്മാർ വന്ന് ചോദിക്കും, യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ആ സർട്ടിഫിക്കറ്റ് അറിയാവോ? നീ യുവതലമുറയെ വാർത്തെടുക്കുന്നവനാടാ. ഇങ്ങനെയുള്ള ഒരുത്തനാണ് നമ്മളെ കുടുംബത്തിൽ കിട്ടിയത്. എന്റെ ചക്കന് ഇത്രയും വിലപ്പെട്ടതായിരുന്നു ആ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടല്ല, പരീക്ഷ എടുക്കുമ്പോൾ പിള്ളേരെടുത്ത് അവന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പറയും, നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ മെനകെട്ട സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. അതുകൊണ്ടാണ് അതിവിടെ തന്നെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് സംസാരിക്കാതെ ഇറങ്ങി പോടാ ഇങ്ങനെ വിളിച്ചോണ്ട്. അപ്പൊ ഞാൻ എന്റെ തത്തയും. നീ നിന്റെ തത്ത ഏതെങ്കിലും പാടത്തിൽ പോയി നെല്ലും പതിനും കൊത്തിപ്പറക്കി തിന്നടാ. സംസാരിക്കല്ല, നിർത്തടാ. നല്ലൊരു ഉഗ്ര ഐഡി വരട്ടെ. പ്രചോദേട്ടാ. ദീപു, ശംഭു, ശ്യാമേ, അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ. കിട്ടു സാധനം നോക്കാം. ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഇതിനകത്ത് നിങ്ങൾ 3 പേരും ഓരോ ക്യാരക്ടർ അങ്ങോട്ട് ബിൽഡ് ചെയ്തിട്ട് അത് 3 പേരും നിങ്ങൾ എന്ത് ക്യാരക്ടറാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അത് പെർഫോം ചെയ്തതാണ് കൈ. കാരണം ദീപുവിലേക്ക് വരാം. ദീപു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ദീപുവിൻ്റെ ആ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഞൊണ്ടിയൊക്കെ വന്ന് ഉള്ളൊരു പരിപാടി തുടക്കം മുതൽ ദീപുവിൻ്റെ കൗണ്ടറുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. കാര്യം നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ നമ്മൾ ഈ ഇത് കൊടുക്കുമല്ലോ, ചേന കൊടുക്കുമ്പോൾ പറയുന്നത് ചേന വീട്ടിൽ നിന്നൊന്നും ചേന തന്നില്ല എന്ന് പറയരുത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ശ്യാം പറയുന്നുണ്ട് 2 അക്ഷരം മറക്കാൻ പറ്റില്ല എന്ന്. ശംഭു പറയുമ്പോൾ മറക്കാൻ പറ്റില്ല ചേന എന്നൊക്കെ പറയുന്ന കൗണ്ടറുകൾ കൊണ്ട് ഫില്ലായിരുന്നു കേട്ടോ. എല്ലാം മണ്ണിനടിയിൽ. അത് നിങ്ങളുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര. കാര്യം എല്ലാ കൗണ്ടറുകളും, എല്ലാ സ്ഥാനത്തും കൗണ്ടറുകൾ, നല്ല നല്ല കൗണ്ടറുകൾ പൊളിച്ചടുക്കി 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഇത് കണ്ടിരുന്നു പോകുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു 3 പേരുടെ. 3 പേർക്ക് വളരെ സ്റ്റഡി. താങ്ക് യു ചേട്ടാ. ഷാജോ ചേട്ടാ. ഉഗ്ര സ്കിറ്റായിരുന്നു. ഉഗ്ര സ്കിറ്റ് എന്ന് പറയാൻ കാരണം, ഇത് എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കിറ്റ് അത്ര വലിയൊരു ബലമുള്ളൊരു കോണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് കൊണ്ടാണ് ഇത് നിങ്ങളൊരു ഗംഭീര സ്കിറ്റ് ആക്കിയത്. അത് പ്രചോദ് പറഞ്ഞതുപോലെ നിങ്ങൾ 3 പേരും നിങ്ങളുടെ ഭാഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു. എടുത്തു പറയേണ്ടത് ദീപുവിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ദീപു പിടിച്ചതാണ്. നന്നായിരുന്നു. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ കുറേ നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേനയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ രസമായിരുന്നു. ക്ലൈമാക്സിലോട്ടൊക്കെ പോയ ഏരിയയിലൊക്കെ നന്നായിരുന്നു. എനിക്ക് ഒരെണ്ണം പറയാനുള്ളത്, ഒരു തമാശ, അതായത് നമ്മുടെ നടക്കുമ്പോൾ ചായ തുളുമ്പിപ്പോയില്ലേ, അത് ഇതിന് മുൻപ് ഏതോ ഒരു സ്കിറ്റിൽ നമ്മുടെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ഗ്രൂമേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചോണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാര്യം നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഓർക്കൊരു തന്നെ ഇവർക്ക് തമാശയ്ക്ക് ഇവർക്ക് ബുദ്ധിമുട്ടാണോ, ഇവർക്ക് ക്ഷാമമാണെന്ന് ചിന്തിക്കരുതല്ലോ. നമ്മുടെ പുലിക്കുട്ടികളല്ലേ നിൽക്കുന്നത്. അപ്പോൾ വന്ന സാധനങ്ങൾ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് അത് വേണ്ടിയിരുന്നില്ല. പക്ഷെ അത് ഉഗ്രനായിരുന്നു. നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ആരെങ്കിലും കാണുന്ന ഒരാൾക്ക്, പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് ഉഗ്രനാണ്. കാര്യം അത് ദീപു അടിപൊളിയായിട്ടത് പെർഫോം ചെയ്തു, ഉഗ്രനായിട്ടത് പെർഫോം ചെയ്തു. പക്ഷെ അത് വന്നതായതുകൊണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അതൊരു കുറവായിട്ട് പറഞ്ഞതല്ല. വേറെ നോക്കാം, ഓവറോൾ നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ശ്യാമേ, കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല കളർഫുൾ പരിപാടി നന്നായിട്ടുണ്ട്. നന്നായിട്ട് ശ്യാമിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തു. ശംഭു പിന്നെ ആദ്യം മുതലേ ഒരു ഫീമെയിൽ ക്യാരക്ടർ, കുറേ നാൾ കൂടിയല്ലേ ശംഭു ഒരു ഫീമെയിൽ അല്ലല്ലേ ചെയ്യുന്നത്. അത് മനോഹരമായിട്ട് ചെയ്തു. ശംഭുവിൻ്റെതായ ആദ്യത്തെ ആ ഫോൺ അടിച്ചപ്പോൾ തന്നെ ഒരു നോട്ടം, അതിൽ തന്നെ ഒരു ശംഭു സ്റ്റൈലൊക്കെ വന്ന് ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാര്യം ഉള്ളത് നിങ്ങൾ 3 പേരും വൃത്തിയായിട്ട് അങ്ങ് ചെയ്തു. അതിൻ്റെ അകത്തെ കൗണ്ടറുകളും ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്. തള്ളയ്ക്ക് ഒരു ശൈലി, കൂടെ വന്ന അമ്മാവിനൊരു ശൈലി, മോനൊരു ശൈലി, അങ്ങനെ 3 ശൈലിയായിട്ടുണ്ട്. ദീപുവിന് ഇങ്ങനെയുള്ള ക്യാരക്ടറുകളാണ് ആവശ്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളത് കിട്ടണം. ഇതിന് മുമ്പ് പലതിലും വന്നിട്ട് ദീപു ഒതുങ്ങി പോകുമായിരുന്നു. ദീപുവിൻ്റെ ഇങ്ങനത്തെ ഒരു കളിയുണ്ടല്ലോ, ഇതാണ് നമുക്കിഷ്ടം, പ്രേക്ഷകർക്ക് ഇഷ്ടം. അതാണ് ജില്ലായിട്ട് നിൽക്കണം. അല്ലാതെ ഒതുങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കോമഡി ചിലപ്പോൾ വർക്കൗട്ടായെന്ന് വരികയില്ല. ബാക്കി ഇതിൻ്റെ കൗണ്ടറുകളെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഗംഭീര സ്കിറ്റായിരുന്നു. നമുക്ക് കണ്ട് ഇരിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും നല്ലവണ്ണം മെനക്കെട്ടിട്ടുണ്ട് ഇതിൽ. ആദ്യം നിങ്ങൾ 3 പേര് നിന്നപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ പുതിയ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. അത് എങ്ങനെയാകുമെന്നൊരു മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കളിച്ചപ്പോൾ ആ ചാഞ്ചാട്ടം അങ്ങ് മാറി. തുടക്കത്തിൽ തന്നെ അത് കിട്ടി നമുക്ക്. അപ്പോൾ 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഷാജോ നമുക്ക് മാർക്സ് കൊടുക്കാം. ഞാൻ ഇവർക്കൊരു
15,000 രൂപ കൊടുക്കും. 15,000 രൂപ. നസീർക്ക ഞാൻ ഒരു 1,000 കൂടെ കൂട്ടി 16,000 രൂപ കൊടുക്കും. ടോട്ടൽ 31,000 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കീച്ചിക്കോ 65,000 രൂപ. നല്ല മോൺ, ഉഷാറായിട്ട് വരട്ടെ. അടുത്ത സ്കിറ്റ് ഇതിലും കൂടുതൽ പൈസ വാങ്ങിക്കട്ടെ. ശരി മമ്മി. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം ബിചേട്ടനുണ്ട്, ജാസ്മിനുണ്ട്, കൂടെ സുധീഷ് പിള്ളൂർ. നല്ലൊരു ഗൈഡ്. വേണ്ടടാ, ഇന്നലെ മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. എന്തോന്ന് മീനല്ലേ? ഹൈഡി നിന്ന് കോമഡി പറയാതെ ഇങ്ങോട്ട് വാ. ജനം താണ്ട കാത്തിരിക്കുന്നു. അതാരാ പറഞ്ഞെന്നറിയാൻ. ഇങ്ങോട്ട് വാ. എടാ സുഖു, നീ ആയിരുന്നോ? ഞാനെന്ന് കരുതി. ഞാൻ വിചാരിച്ചു മീൻകാരനായിരിക്കും ഒന്ന്. നിങ്ങളിങ്ങനെ മീൻകാരന്റെ കാര്യം പറഞ്ഞ അറിഞ്ഞാ? ഇല്ലടാ, എടുത്തു വെച്ചേക്കുന്നേ ഉള്ളൂ. എന്തോ? ഉച്ചക്ക് തോരത്തിനുള്ള പയറ്. വിളിക്കണ്ടായിരുന്നു, അവിടെ നിർത്തിയാ മതിയായിരുന്നല്ലേ. എന്നെ പറഞ്ഞാ മതിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് സത്യം പറഞ്ഞാൽ വരല്ലായിരുന്നു. ആ, അത് കൊള്ളാം. നീ വന്നില്ലായിരുന്നെങ്കിൽ ആര് റബ്ബറൊക്കെ പോയി വെട്ടും? ഞാൻ പോയി വെട്ടണോ? വെളുപ്പാങ്കൽ 5:30 വന്ന് പോയി താണ്ട റബ്ബർ എല്ലാം ഞാൻ വെട്ടി കണ്ടില്ലായിരുന്നു. എവിടായിരുന്നു? ഞാൻ കുളിക്കുവായിരുന്നടാ. വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. കീടുക്ക് ഒരു രക്ഷയുമില്ല. അയ്യോ, ഞാൻ കുളിക്കുന്ന വീഡിയോ ഇറങ്ങിയാ? അല്ല, ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞ എന്തോ അറിയാമോ? നിങ്ങളുടെ കെട്ടിയോ ഭയങ്കര രാഷ്ട്രീയക്കാരനാണോ? ഞാൻ സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് പോയാ പോലീസിന്റെ ഇന്ന് പട്ടിയെ കണക്കാണ് തല്ല് മേടിച്ചത്. ഇപ്പൊ കേരളം മൊത്തം അതങ്ങ് വൈറലായി. കണ്ടായിരുന്ന? തന്നെ കണ്ട് അതൊന്ന് കാണണം. ചിരിച്ചൂപ്പാട് വരും. എന്തോന്ന് സങ്കടം തോന്നുന്നു. എന്റെ മുതലാളി അല്ലേ അടിച്ചേക്കണത്. നിനക്ക് ഇത്ര സങ്കടമാണെന്നുണ്ടെങ്കിൽ ഭാര്യ എനിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കോടാ. ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ മന്ത്രിക്കും MLA-ക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങേരുടെ ജോലി ഉണ്ടല്ലോ, ഞാൻ തെറിപ്പിച്ച് കൈ കൊടുക്കും. അത് പറയാനാ വന്ന. പുള്ളിയുടെ ജോലി തെറിച്ചു. പുള്ളി സസ്പെൻഷനിലായി. ചുമ്മാ സത്യം. ഒന്ന് മാറണേ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു മരണ വീടി വന്ന് മരണം കൊണ്ടുവരണം. നിക്ക്, ഞാൻ പറയണേക്ക്. എന്തുവാടാ? നിങ്ങൾ ഇങ്ങനെ കെട്ടിയവനോടെ ബേക്കറിയിൽ ഒളിച്ചിരിക്കുവാന്ന്. അതെന്തിനാ ബേക്കറി കയറി ഒളിച്ചിരിക്കണത്? ഇത്രയും പ്രശ്നം ഉണ്ടായില്ലേ? നാണക്കേടുണ്ട്. എന്റെ ചേട്ടന്റെ കൂട്ടുകാരന്റെ ബേക്കറി പോയി ഒളിച്ചിരിക്കുവാടാ. അവിടെ ഇരുന്നോളാൻ പറ. ആ പോലീസുകാരെന്ന് പറഞ്ഞ ഭയങ്കര ചൂടാണ്. പുള്ളിയാണ് സസ്പെൻഷനിലായേക്കുന്നത്. പുള്ളി പണ്ട് പാപ്പം മേടിച്ചോണ്ട് തന്നില്ല എന്ന് പറഞ്ഞ് വാപ്പയെ വരെ വെളിയിൽ ഇറക്കി നിർത്തിയാളാ. അയാളെ നിങ്ങൾക്ക് അറിയണം. അങ്ങേരങ്ങാനം കേറി വന്ന നീ മിഷ്യൻ കണ്ടോ? കണ്ട്. ആ മിഷ്യനകത്തിട്ട് അങ്ങേരെ ഞാൻ കറക്കി പുറകെ കിടക്കുന്ന അയയെ കൊണ്ടുവന്ന് വിരിച്ചു ഉണക്കി ചന്തയെ കൊണ്ടുവന്ന് വിക്കോടാ. ആരെ കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് വെല്ലുവിളിക്കണത്? അതൊക്കെ പോട്ടെ, നീ പോയി മരം വെട്ടിപ്പോ. മരോ? ഞാൻ എങ്ങനെ മരം വെട്ടും? എന്റെ അന്നദാതാവിനെ പോലീസ് അടിച്ചത്. ഞാനപ്പോ വെറുതെ ഇരിക്കൂ? അയാൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. സത്യമായിട്ട്. ഈ സന്തോഷ വാർത്ത ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് വരാം. പോയി പറ വേണ്ടിട്ട് കൊറേ മരിക്കും. കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ ഒരു ₹1,00,000 അങ്ങനെ ഇവിടെ കൊണ്ട് അടിച്ച് ഞാനൊരു പെഗ് ചോദിച്ചപ്പോൾ അയാൾ പറയാം ആസിഡ് എടുത്ത് കുടിക്കാൻ. സത്യം പറഞ്ഞ ആ അടിച്ച പോലീസിനെ കിട്ടിയ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. ഉമ്മ സാറേ, എന്റെ ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കാല് പിടിക്കാൻ ഈ വീട്ടിൽ വന്നത്. സാറിനറിയാല്ല? എനിക്കറിയാം റഷീദേ, എനിക്കറിയാം. സാറേ, ഡിപ്പാർട്ട്മെന്റിൽ എനിക്കൊരു പേരുണ്ട്. ചൂടൻ SI എന്നൊരു പേരുണ്ട്. സാറിനറിയാല്ല? റഷീദേ, നീ നിന്റെ ദേഷ്യം കുറയ്ക്ക്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് നീ ആ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്ക്. സാറേ, ഞാൻ ഇന്ന് വരെ ഒരുത്തന്റെ മുമ്പിൽ കുനിഞ്ഞിട്ടില്ല. സാറിനറിയാലോ? അപ്പൊ പിന്നെ കഴിഞ്ഞ ആഴ്ച കുനിഞ്ഞതോ? അത് പേഴ്സ് തറയപ്പോ എടുക്കാൻ വേണ്ടി കുനിഞ്ഞല്ലേ ഞാൻ. റഷീദേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ചൂടായുള്ള സംഭവം അറിയാലോ. നീ പെറ്റ തള്ള സഹിക്കും. നിന്നെ കൊണ്ട് താങ്ങത്തില്ല. അത്രയ്ക്ക് ചൂടാണ് ഞാൻ. അതല്ല സാറേ, ഞാൻ അടിച്ച് പല്ല് തെറിപ്പിച്ചില്ല. അവന്റെ വീട്ടിൽ ഞാൻ വന്ന് നിൽക്കുകയാണ് സാർ. ഞാൻ എന്ത് ചെയ്യണം പറയണം സാർ? കൂൾ റഷീദേ, കൂൾ. എങ്ങനെയെങ്കിലും സാധിച്ചെടുക്ക് പ്ലീസ്. ഓക്കെ സാർ. ഓക്കെ, പറ്റുമെന്ന് അറിഞ്ഞൂടെ? ഞാൻ ട്രൈ ചെയ്യാം. എക്സ്ക്യൂസ് മീ. ആരാ? മനസ്സിലായില്ലേ? ഞാൻ പട്ടണം റഷീദ്. ഞാൻ കുഗ്രാമം സുഗു. അതിന് അങ്ങനെയൊക്കെ പേരിട്ടത്? ഞങ്ങൾക്ക് പട്ടണം ആക്കി എനിക്ക് കുഗ്രാമം ആയിക്കൂടെ? അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പട്ടണത്തിലെ SI റഷീദാണ് ഞാൻ. ഞങ്ങളുടെ മോലാളി അടിച്ച് മറ്റേ വൈറലായത്. അങ്ങനെയൊക്കെ സാറെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലല്ല. സാറിന് സാറെ കാക്കിയിലാണല്ലോ കാണുന്നത്. ഇപ്പൊ സസ്പെൻഷനിലാണല്ലോ. സാർ എന്താണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം. ഈ സംഭവം കോംപ്രമൈസ് ചെയ്യണം. സംഭവം കോംപ്രമൈസ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ 30-ാം തീയതി എന്റെ കല്യാണമാണ്. അപ്പൊ സാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല, കഴിച്ചിട്ടില്ല. എത്ര വയസ്സുണ്ട്? മുതുക്ക് മുറ്റടിച്ച് അങ്ങനെ നടക്കണ് ഞാൻ. അതിന്റെ സാർ വയസ്സ് ചോദിച്ചപ്പോ അങ്ങനെ പറയണത്? അതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു ഓരോരുത്തരെടുത്ത്. എന്താ ഇതുവരെ പെണ്ണ് കെട്ടാത്തത്? പിള്ളേരെ ഇരിക്കണ പാപ്പല്ലേ എടുത്തോണ്ട് ഓടാൻ ചോദിച്ചാ തരണ്ടേ പിള്ളേരെ? ഇത് ഞാൻ സാറിന് കോംപ്രമൈസ് ചെയ്ത് തരാം. കോംപ്രമൈസ്. ഓക്കെ. ഓ,
പക്ഷെ വേറൊരു കാര്യമുണ്ട് സാറേ. എന്താ സാർ? പെണ്ണുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടത്തിയാ പെണ്ണുമ്പുള്ള. അതിനേക്കാൾ വലിയ ചൂടാണ്. ഞാൻ അട്ടപ്പാടിയിൽ ഇരുന്നപ്പോ ഒരു പെണ്ണുമ്പിള്ള ഇങ്ങനെ സംസാരിച്ചത് ഞാൻ കാലാവാരി ടെൻഷൻ. എടാ ചേട്ടൻ വിളിച്ച് എന്തോ പറഞ്ഞു നിനക്ക് അറിയാമോ? എന്തുവാ പറഞ്ഞേ? ആ SI സസ്പെൻഷൻ കഴിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ അങ്ങനെ പാർട്ടിക്കാരെ കൊണ്ട് തല്ലിക്കണോന്ന്. ആരാണത്? അതാരാ? ഞാൻ പറയട്ടെ, നമ്മൾ ഈ കേസ് കൊടുത്തില്ലേ, ആ കേസ് ഒന്ന് പിൻവലിക്കണം. സുഗു, നീ ഇത് എന്നോട് തന്നെയാണോ സുഗു പറയണത്? എന്റെ ചേട്ടൻ അടിച്ച കേസ് ഞാൻ പിൻവലിക്കാനോ? നടക്കത്തില്ല സുഗു, നടക്കത്തില്ല. നിങ്ങൾ എന്തിനാണ് ഈ പ്രസംഗിക്കുന്നത്? നിങ്ങൾ എത്ര തവണ കെട്ടിയോനടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലേ. അതിന് കേസ് കൊടുത്തോ? ഇല്ലല്ലേ. എന്റെ സുഗു, ഞാൻ അടിക്കും പോലെയാണോ ഈ കണ്ടോമാരെടുത്തിട്ട് അടിക്കണത്? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ അങ്ങോട്ട് മാറിയുന്നേ. പന്തറിയാണ് ചേട്ടാ. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം ചേട്ടാ. ഈ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഒരു SI, ഒരു കിഴങ്ങൻ SI അടിച്ചു. അവ അത്ര വലിയ കിഴങ്ങനൊന്നും അല്ല. എടാ മുതുകാലോ, നീ ആയിരുന്നല്ലേ? നിന്റെ ഈ കൈ ഉണ്ടല്ലോ, എന്റെ ഈ ചേട്ടൻ അടിച്ച കൈ ഒടിഞ്ഞു പോകത്തോളണം. എവിടെ? ആ പെണ്ണുമ്പിളോട് പറഞ്ഞ മനസ്സിലാക്ക്. ഞാൻ ഭയങ്കര ചൂടനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. സാറിന് ഇപ്പൊ എന്താണ് വേണ്ടത്? കോംപ്രമൈസ്. നേരെ പോയി സംസാരിക്കുക. ഒരു പാവമാണ്. എന്റെ ചൂട് മാറ്റിട്ട് പറയട്ടെ. ഇവരുടെ 30-ാം തീയതി എന്റെ കല്യാണമാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ ഞാൻ പൈസയൊക്കെ തരായിരുന്നു. നിങ്ങൾ എന്തോന്ന് പറഞ്ഞത്? അറിയാതെ പറഞ്ഞപ്പോ 2 കേസാ. ഒന്ന് ഭർത്താവിനെ തല്ലിതാണ്, ഇപ്പൊ ഭാര്യയുടെ തരാവശ്യമായിട്ട് സംസാരിച്ചു. അതും പറയും. ഒരു കാര്യം ഞാൻ പറയട്ടെ ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവരൊക്കെ വലിയ പോലീസുകാരാണ്. പിന്നെ പുറത്തിറങ്ങിയ ഭയങ്കര വിഷയം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പുള്ളി പൈസയൊക്കെ തരാന്ന് പറഞ്ഞില്ലയോ? എടാ എന്റെ ചേട്ടനെ അടിച്ചതല്ലേടാ. ഞാൻ ഒരു മിനിറ്റ് സാറേ, പൈസ എത്ര കൊടുക്കാൻ പറ്റും? ഒരു രൂപയിൽ തീരുമെന്ന് ചോദിച്ചു. ഒരു 1 ലക്ഷം രൂപയൊക്കെ തരുവന്ന്. 1 ലക്ഷം രൂപയ്ക്ക് ഒതുക്കാനോ എന്റെ ചേട്ടൻ അടിച്ചത്? 1 ലക്ഷം രൂപ. നീ എന്തുവാടാ സുഖി പറയണത്? അതൊന്നും പറ്റത്തില്ല. പിന്നെ പറ്റത്തില്ലെന്നോ? ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചിട്ട് വരാം. എനിക്ക് മനസ്സിലായി. മറ്റേ കവള് കൂടി കാണിച്ച് അടിച്ച് 2 ലക്ഷം മേടിക്കാനുള്ള ശ്രമമല്ലേ? എങ്ങനെ മനസ്സിലായി? സാധാരണ ചുണ്ടാനക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും അതായിരിക്കും പറയാനെന്ന്. കേസ് ഒത്തീർപ്പാക്കട്ടെ? ഒത്തീർപ്പാക്കടാ സാറേ, കുഴപ്പമൊന്നുമില്ല, ഒത്തീർപ്പാക്കാന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതേ ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ട്, മനസ്സിലായോ? ഇതൊന്ന് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. നമുക്ക് അങ്ങനെ വെറുതെ കയറി ഒപ്പിടാൻ പറ്റത്തില്ല. നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഒപ്പിട്ടോ. ഓടട്ടെ. പരാതി ഒന്നുമില്ല. ഓക്കെ. ശശിക്കാരൻ ഇടാലോ. ഡാപ്പർ സുനിയ റബ്ബർ വിട്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് മലയാളത്തിലോട്ടൊന്ന് തർജ്ജിമ. വേണ്ട, ഞാൻ വായിച്ചല്ലോ. എനിക്ക് ഇത് വേണ്ട, ഇംഗ്ലീഷ് വായിക്കണ്ട. എനിക്ക് വേണമല്ലോ. അപ്പൊ ഞാൻ മലയാളത്തിലോട്ടൊന്ന് തർജ്ജിമ ചെയ്തോട്ടെ. ജോലിക്കിടയിൽ പോലീസുകാരൻ റഷീദിനെ എൻ്റെ ഭർത്താവ് മുൻ വൈരാഗ്യത്തിൽ കയ്യേറ്റം ചെയ്തതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ സാറിനെതിരെയുള്ള കംപ്ലീറ്റ് കേസുകളും പിൻവലിച്ചതായും നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ റഷീദ് സാറിന് കൊടുത്തുകൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചുകൊള്ളുന്നു. വിശ്വാസത്തോടെ അയ്യോ, അങ്ങനെയല്ലല്ലോ. അങ്ങനെ തന്നെയാണ്. അല്ലത് അങ്ങനെ അല്ലെന്ന്. 1 ലക്ഷം രൂപ ഇങ്ങോട്ടാണ് തരേണ്ടത്. വെറുതെ റോട്ടിൽ കിടന്ന പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് ആണ് അയാൾ എറിഞ്ഞോടിച്ചത്. അല്ലാതെ എല്ലാവരും കൂടെ വന്ന് കേരള പോലീസിന്റെ മണ്ടേ കയറാൻ പറ്റില്ലേ? മനസ്സിലായ? അയ്യോ, നോക്കണേ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ സുഖു? എനിക്കറിഞ്ഞൂടാ. നീ ഒറ്റ കിട്ടാവുന്ന 1 ലക്ഷം രൂപ തോലച്ചത്. നീ എന്നോട് വായിച്ചു നോക്കിട്ട് ഒപ്പിടാൻ പറഞ്ഞത്? എനിക്കറിയാം ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കണത്. വായിക്കാൻ എഴുതാനും പാടില്ലാത്ത ഇവനെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. പോടാ അവിടുന്ന്. കണ്ടോ, നിങ്ങൾ ഒറ്റൊരാൾ കാരണമാണ് എന്റെ ജോലി പോയെന്ന്. ഞാൻ ഇനി എന്തോ ചെയ്യുന്നു പറ. ഒട്ടുപാലിരിപ്പുണ്ടോ? ഉണ്ട്. എടുത്ത് വലിച്ചോണ്ടിരി. നിങ്ങളിങ്ങനൊന്നും പറയില്ല. മനുഷ്യന് ടെൻഷൻ അടിച്ചിട്ട് വയ്യാന്ന് ഇവിടെ എന്തോ ചെയ്യണത്. കൈ കാണീരേ. ഇത് കണ്ട, ഇത് വെച്ചോ. ഇതെന്തിനാ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരി. എന്ത് കാര്യത്തിന്? ടെൻഷൻ മാറുമെന്ന്. സാറേ, നല്ലൊരു കൈഡി ചേട്ടാ. സുധീഷ്, ജാസ്മിൻ, ബിജു വർഗീസ്, ഒരു ക്ലാരിറ്റി അങ്ങോട്ട് വന്നില്ല. അങ്ങോട്ട് മൊത്തത്തിലൊരു ബലക്കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിൽ. നിങ്ങൾ 3 പേരും നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതല്ലാതെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചിരി അങ്ങോട്ട് കിട്ടിയില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് എന്താണ് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വിഷയം തന്നെ കുറച്ച് ഭയങ്കര വീക്കായി പോയതുപോലെ തോന്നി. ജാസ്മിൻ പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടോടൊപ്പം നിന്ന് പെർഫോം ചെയ്തു കേട്ടോ. ജാസ്മിൻ നന്നായിട്ട് ജാസ്മിൻ പെർഫോം ചെയ്തു. പക്ഷേ ഈ പറയുന്നല്ലോ മൊത്തത്തിൽ സുധീഷും ബിജു വർഗീസൊക്കെ വരുമ്പം കിട്ടുന്ന ഒരു വെയിറ്റ് ഉണ്ട് ഓരോ നിങ്ങളുടെ വരുന്ന സബ്ജക്റ്റുകൾക്കൊക്കെ. പക്ഷെ അതങ്ങോട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് കണക്റ്റ് ആയില്ല എന്തോ മൊത്തത്തിൽ. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പം അത് മാറ്റിയിട്ട് നല്ല പൊട്ടിച്ചിരികളാണ് വേണ്ടത്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനത്തെ പൊട്ടിച്ചിരികളാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ അങ്ങനെ ഉണ്ടാവണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്.
താങ്ക് യു നസീർക്ക. അതൊക്കെ തന്നെയാണ് ഇതിലിപ്പം നിങ്ങളെടുത്ത കഥയ്ക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയതായിട്ടാണ് ഫീൽ ചെയ്തത്. അതിൻ്റെ അകത്ത് ഡയലോഗുകൾ ഇങ്ങനെ ഒരു സംഭവം വരാറുണ്ട്, ആ പുള്ളിക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത അയാൾ ചോദിക്കാൻ ഈ വീട്ടിൽ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞു വിട്ടതിൻ്റെ അകത്തുള്ളൂ. ഇതിലൊന്നും തമാശകളുടെ ഏരിയകൾ വന്നിട്ടില്ല. തമാശയുടെ ഏരിയ വന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ അന്നേരം റിസൾട്ട് കിട്ടും ഇല്ലേ? ഇവിടുന്നേ കിട്ടും, ഇവിടുന്ന് കിട്ടിയിരിക്കും. അത് വന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലോർ സൈലൻ്റായിട്ട് ഇങ്ങനെ കിടന്നത്. അപ്പോൾ തമാശകൾ ഉണ്ടാക്കുക നിങ്ങളോട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അടുത്ത പ്രാവശ്യം അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് വരിക. ഒരുപാട് പറയുമ്പോൾ നമുക്കും ടെൻഷനാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്തായിരുന്നു കുറവ് സംഭവിച്ചത്, അത് മാറ്റി അടുത്ത പ്രാവശ്യം വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹ്യൂമർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ചിരിക്കാനുള്ള സംഭവം കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളടക്കം അത് വളരെ ശോകമായി പോയെന്ന് തോന്നുന്നു. കാര്യം ഈ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നതാണ് പൊതുവെ, അല്ലേ? ജാസ്മിൻ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ജാസ്മിൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ബിജുവിൻ്റെ ക്യാരക്ടർ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അതിൽ കയറി കുറേ കൗണ്ടറുകൾ നിങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ സംഭവം വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കണം. ഓൾ ദി ബെസ്റ്റ് എന്ന് പറയാം. താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ, നമുക്ക് മാർക്സ് അല്ലേ? നസീർക്ക ഞാനൊരു 3000 രൂപ. 3000 രൂപ. പ്രചോദേട്ടാ, ഞാനും ഒരു 3000 രൂപ. ടോട്ടൽ 6000 രൂപ ബാക്കി എൻ്റെ വക. ഷാജൻ ചേട്ടനൊക്കെ ബാക്കി 15000 രൂപ. അടുത്ത പ്രാവശ്യം ഉഗ്രനായിട്ടുമായിട്ട് വരണം. ഓക്കെ ജാസ്മിൻ, ശരി. எக்ஸ்கியூஸ் மீ, യെസ്. அந்த மாடி பக்கலு இந்த வலா மாலா இக்கடு பாக்கலு இந்த மாடி பக்கലു മല ബാള ഇക്ക് ബാക്കലു. സുരേഷേ, എടാ നീ ആർക്കെങ്കിലും ഗോൾഡ് കവറിങ് എടുത്ത് കൊടുത്താ? സ്വർണ്ണാണെന്ന് പറഞ്ഞു ഇതൊരു തള്ള ഇവിടെ കിടന്ന് നല്ല തെറി. എന്തോ இந்த மாடி பக்கலு വലാ മാല ഇക്കലെ ബാക്കലു. ഇതെന്താന്ന് വെച്ചാൽ വന്ന് പറയുന്നത് എന്നോട് എല്ലാം കൂടെ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അതാണ് அது பாடி பாடி கொடுத்தது மெக்கனாடு கொடுறேன்னா മനസ്സിലായില്ല, പ്ലീസ് പറയൂ. இந்த மாடி பக்கலு வலா மாല ഇക്കലെ ബാക്കലു. ഇതെന്താണത്? എന്ത് പറ്റിയെന്ന് പറയൂ, പ്ലീസ് പറയൂ. കന്നഡ. ആ അത് പറ, അങ്ങനെ പറ. എന്നാ വേണോ? കന്നഡ കന്നഡ മൂവി ഫിലിം. കന്നഡ ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട്. കന്നഡ വെച്ച് നമ്മുടെ ബെറോസ് കണ്ട്, മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ട്, അതൊക്കെ കന്നഡ വെച്ച് കണ്ട നല്ല സിനിമ കേട്ടോ. അതൊക്കെ കന്നഡ കന്നഡ എനിക്ക് വന്നാ ഞാനും തരും. എന്താ കന്നഡ കന്നഡ അന്ത മാടി പക്കല് ബടക്കല് ബടക്കല് നമുക്ക് എന്നാന്ന് പറയണേ നിങ്ങൾ? മലയാളത്തിൽ പറ. തമിഴ് தெரியுமா? തമിഴ് കൊഞ്ചം தெரியும். நான் வந்து கன்னடாவில பெரிய ஆக்ட்ரஸ். ഓ കന്നഡ, തമിഴ്, തെലുങ്ക്, കന്നഡ. കന്നഡയിലെ കന്നഡയിലെ ഭയങ്കര സിനിമ നടി. ആ നടിയാ? എനിക്ക് മനസ്സിലായില്ല. അല്ല മലയാളം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുമായിരുന്നു. പിന്നെ ഞാൻ വന്നത് മലയാളത്തിൽ പറയാൻ പറ്റുമോ ഇത്? എനിക്ക് മലയാളം വരാത്. എനിക്ക് മലയാളം വരക്കൂടാത്. അയ്യോ പാമ്പ് സാധനം വരുന്നുണ്ട്. വരും വരും മലയാളമൊക്കെ ഇപ്പൊ വന്നായിരുന്നു. അതെന്ത് പറ്റി അങ്ങനെ പറയാൻ കാരണം? എന്താന്നറിയട്ടെ, ഞാൻ കന്നഡയിലൊക്കെ പോയി സിനിമയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ കന്നഡക്കാരിയാന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ മലയാളം വന്ന് പറഞ്ഞാൽ ചേട്ടനും പറയത്തില്ല ഞാൻ കന്നഡയിലൊന്നും പോയിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ കന്നഡ ഭാഷ ആദ്യം പറയും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മലയാളം പറയത്തുള്ളു. ഇത് ഏത്? ഞാൻ അങ്ങനെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് തമന്ന. എങ്ങനെ? തമന്ന. ഞാൻ അവിടെ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ്. എങ്ങനെ ശരിയാവും? രണ്ട് തമന്നയുണ്ടോ? ചേട്ടന്റെ പേരെന്താ? ഒരു ബാബു എന്നാണ്. ബാബു എന്നാ. ലോട്ടറി വിൽക്കുന്ന ചേട്ടന്റെ പേരെന്താ? ബാബു. രണ്ടുപേർക്ക് പേര് വന്നില്ലേ? അങ്ങനെ വന്നതാ. അവളങ്ങ് തമിഴ്നാട്ടിൽ, അവളെന്റെ ഭയങ്കര സുഹൃത്താ. തമിഴ്നാട്ടിലെ തമന്ന, ഞാൻ കന്നഡയിലെ തമന്ന, അത്രേ ഉള്ളൂ വ്യത്യാസം. ചേട്ടാ ഇവിടെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഗോൾഡ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട്. ഗോൾഡ് നോക്കിക്കോളൂ. ഞാൻ ഒരാഴ്ചകൾ തുടങ്ങിയിട്ട് എനിക്ക് വലിയ അതെ എനിക്ക് തോന്നുന്നു എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇവിടെ. ചിലതൊക്കെ കാലിയാണല്ലോ ചേട്ടാ. അതെ, ഒരാഴ്ചയിൽ കളക്ഷൻ വന്നു തുടങ്ങുള്ളൂ. 22 ക്യാരറ്റ് ആണല്ല. അതെന്താ ഇവിടെ ബീട്രൂട്ട് ഇല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതെന്താന്നറിയാ, കന്നഡയിലൊക്കെ ടൗണിലൊക്കെ ഭയങ്കര സംസാരമാണ്. ഞാൻ ഭയങ്കര സീരിയസ് റോളുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ കോമഡിയും ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കാന് ഇത് പോയി ഞാൻ അവിടെ അടിക്കും.
ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്കേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. മാഡത്തിന് എന്താ ചേട്ടാ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ എല്ലാം ഒന്ന് നോക്കി വെക്കുന്നേ ഉള്ളൂ. ഞാൻ പിന്നീട് വരാം. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരാം, വന്നിട്ട് ഞാൻ മേടിക്കാം. ഇപ്പൊ എനിക്ക് എല്ലാം ഒന്ന് കാണണം. പുതിയ സെലക്ഷൻ വന്നേക്കണത് ഈ വളയാണ്. ചേട്ടാ പിന്നെ ഇവിടെ ഡയമണ്ട് ഉണ്ടോ? ഇല്ല ഇല്ല, അത് ഏതെങ്കിലും തുണിക്കടയിൽ പോണം. ഡബിൾ മുണ്ടിനെ. ഡബിൾ മുണ്ടല്ല, ഡയമണ്ട്. പിന്നെ ഡയമണ്ട് ഇല്ലാത്ത സ്വർണ്ണക്കടയുണ്ടോ? സ്വർണ്ണക്കടയിൽ ഡയമണ്ട് ഉണ്ടാവും. ബാംഗിൾസോ? അവനെ ഒന്നുകൂടെ വിളിക്കട്ടെ. എടാ അതെവിടെ എന്നാന്ന് പറഞ്ഞു? ബാംഗിൾസ്. ബാംഗിൾസ് ഇവിടെ ഉണ്ടായിരുന്നത് തീർന്നു പോയതാ. ചേട്ടന്റെ കൈ ഇരിക്കുന്നത് എന്താ? ഇത് വള. ചേട്ടാ അതാണ് ബാംഗിൾസ്. ശരിക്കും ഇതാണോ? ഇതൊന്നും അറിയാതെ സ്വർണ്ണക്കട തുറന്നു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചയാള് തുടങ്ങിയിട്ട് വരുന്നതല്ലേ ഉള്ളൂ. ഇവിടെ വേറെ സ്റ്റാഫ് ഒന്നും ഇല്ല ചേട്ടാ? സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെല്ലാം ലഞ്ച് ബ്രേക്ക് എന്നും പറഞ്ഞ് പോയതാണ്. ആണല്ലേ? 1 മണിക്കൂർ ഇടവിട്ട് ലഞ്ച് ബ്രേക്ക്. ചേട്ടാ എനിക്ക് എന്നാ ഇതൊക്കെ ഒന്ന് കാണണം. ഇത് നല്ല പുതിയ അത്യാവശ്യം വേണം എനിക്ക് ബാംഗിൾസ് ഒന്ന് കാണണം. ചേട്ടാ ഈ മാലയൊന്നും എടുക്കുമോ? ഇതോ? ഇത് നല്ലതാണ് കേട്ടോ. കേട്ടോ. അത് കൊള്ളാം. എത്ര ഉണ്ട് ചേട്ടാ ഇത്? അത് ഒരു 5 പവനോളം വരും. ഇത് കൊള്ളാലോ ചേട്ടാ? അത് കൊള്ളാം, നല്ലതാണ്. അയ്യോ ചേട്ടാ ഇത് കൊള്ളാം. അത് കൊള്ളാം, എല്ലാം കൂടെ ഭാരി അല്ല ഞാൻ നോക്കട്ടെ. ഇതൊന്നും പെണ്ണുങ്ങൾ ഇതാണ്. സ്വർണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനല്ലേ. ഇത് കൊള്ളാട്ടോ, ഇത് നല്ല കളക്ഷൻ. നല്ല സാധനം. ഇത് വള നല്ലതാണ്. വള കൊള്ളാം, കൊള്ളാം ചേട്ടാ. അത് എടുത്തോളൂ. അല്ല 1.25 ലക്ഷം രൂപയുള്ളൂ. 1.25 ലക്ഷം? അത്രേ ഉള്ളൂ. അയ്യോ കേറുന്നില്ല, എനിക്ക് പാകമല്ല. അയ്യോ അത് ഇതേപോലത്തെ കളക്ഷൻ ഒന്നും ഇപ്പൊ വരൂല. പുതിയ സാധനങ്ങൾ. അതെനിക്ക് മനസ്സിലായി. ഞാൻ കന്നഡ അവിടെ ഒന്നും ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതാണ്. പക്ഷെ ഇത് ലേറ്റസ്റ്റ് ഫാഷനാ. എനിക്ക് പക്ഷെ കേറുന്നില്ല. ഞാൻ മാഡത്തിന്റെ കയ്യിൽ ടച്ച് ചെയ്യുന്നോണ്ട് കുഴപ്പം. വായി നോക്കിയല്ലേ ഞാൻ. ചേട്ടാ വായി നോക്കിയെന്നല്ല പറഞ്ഞേ, വൈ നോട്ട്. എന്തുകൊണ്ടില്ല ചേട്ടാ ഇട്ടോ. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. നോക്കിയേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മാഡത്തിന് അടിപൊളി. ചേട്ടൻ വേണ്ട ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ. വെച്ചോ. സിനിമാ നടിയെ വളച്ച ഫോട്ടോ അല്ല, സിനിമാ നടിയുടെ വളയിട്ട ഫോട്ടോ നല്ലതായിട്ടുണ്ട്. അപ്പം ഇത് 1.25 ലക്ഷം രൂപ വളരെ റേറ്റ് കുറവാണ്. ചേട്ടാ എനിക്ക് ഇപ്പൊ വേണ്ട, ഇപ്പൊ ഞാൻ ദൂരി തരാം. എന്നിട്ട് ഞാൻ 2 ആഴ്ച കഴിയുമ്പോ വരും. ഇതിപ്പം നമുക്ക് ഊരി തരുമല്ലോ? ഞാൻ ലോക്കറിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോ ഒന്ന് എടുത്താൽ മതി. 2 ആഴ്ച കഴിയുമ്പോ ഞാൻ വരും. പർച്ചേസ് സാധനം മറിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാണോ? ഇല്ല ചേട്ടാ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പൈസയായിട്ട് വന്നിട്ട് ഈ വള തന്നാ മതിയോ? അല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പേ ചെയ്തിട്ട് കൊണ്ടുപോകണമായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാലും മതി. നോ പ്രോബ്ലം. എന്തായി കാണിക്കണേ? അയ്യേ വരണില്ല. അല്ല എന്നാ പൈസ വന്നിട്ട് അങ്ങ് എടുത്തോളൂ. അല്ല പൈസ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു പുതിയ പടം അങ്ങോട്ട് കമ്മിറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതിന്റെ പൈസ 2 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് തന്നാ പോരെ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. ഇവിടെ ഞാൻ സാധനം എടുത്തു വെച്ചേക്കാം, നിങ്ങൾ വള ഊരുത്താ. നിങ്ങൾ കൈ കൊണ്ടുപോ. ഞാൻ തന്നോട് ഞാനിത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞല്ലോ. താനല്ലോ എന്റെ കയ്യിൽ ഇത് കുത്തിക്കയറ്റിയേ. അല്ല അത് പുതിയ മോഡലായിക്കോട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ എന്നെ ടച്ച് ചെയ്യരുത്, എന്നെ ടച്ച് ചെയ്യരുത്. അതെന്നെ പരിപാടി. ഞാൻ ആദ്യം ടച്ച് ചെയ്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്താ ടച്ച് ചെയ്ത്? അത് വള ഇടാനല്ലേ? വള ഊരാൻ ടച്ച് ചെയ്യണം. ഊരാൻ ഞാൻ ടച്ച് ചെയ്യും. എന്റെ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ തന്നെ, ഇല്ലെങ്കിൽ വള ഇവിടെ ഊരി വെക്കണം. അങ്ങനെ ഏത് സിനിമാടിയാന്ന് പറഞ്ഞിട്ട് ആരാന്ന് പറഞ്ഞിട്ട് എന്താ നീ പോടി വന്നത്? അല്ല ഇവിടെ സാറ് വരില്ലെന്ന് പറഞ്ഞ് വളയിട്ടതാ. എന്നാ ഒരു മാലയും ഒരു മോതിരം കൂടി ഇട്ടങ്ങോട്ട് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വളർന്ന. അതല്ലെന്ന്, ഇവിടെ സ്വർണം മേടിക്കാൻ വന്നതാണ്. എന്റെ സാറ് ഒന്നും പറയുന്നു വേണ്ട. ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ സാറേ, പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നെ ഒന്ന് വിളിച്ചിരുന്ന ഞാൻ ഒരു കുര കൂടി ഇട്ട് തരികയല്ലായിരുന്നു. അതല്ലടാ പൊട്ടാ. പിന്നെ ഞാൻ വളയിട്ടതാണ്. സ്വർണം മേടിക്കാൻ വന്നപ്പോ വളയിട്ട് കൊടുത്തതാണ്. പക്ഷെ അവരുടെ പൈസ ഇല്ല. അവര് ഭയങ്കര ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് തന്നെയല്ല, പൈസ ഇല്ലെങ്കിൽ അത് ഇവിടെ ഊരി വെക്കാൻ പറഞ്ഞു. അപ്പൊ അത് ഊരിത്തരമുണ്ട്. കയ്യൊന്നും ഊരാൻ പറ്റുള്ളൂ. ഒന്ന് ഹലോ, വള ഊരിക്കങ്ങട്ട്. ഇതൊക്കെ ഞാൻ ഊരിത്തരാം, എനിക്കറിയാം. ഞാൻ ഇതൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അന്യപുരുഷന്മാർ എന്നെ ടച്ച് ചെയ്യാൻ പാടില്ല. അന്യനായിട്ട് കാണണ്ട, സ്വന്തമായിട്ട് കണ്ടാ മതി. സ്വന്തമാൻ പറ്റിയ ഒരു സാധനം കൊണ്ട് മാറിക്കടോ. താനൂരണ്ട. അല്ലല്ല, ഞാൻ ഊരിത്തരാം. ഇങ്ങോട്ടുണ്ടോ? എടോ എന്തോ ഈ കാണിക്കുന്നേ? വള എവിടെ കിടക്കുന്നേ? നെക്കിപ്പിഴിഞ്ഞെടുക്കുവാണ് ഞാൻ. നെക്കിപ്പിഴിഞ്ഞെടുക്കാൻ ഞാൻ എന്താ പേസ്റ്റോ? ഊരുടെ വളയെ പിടിച്ച് വലിക്കണോ? ഇത് ഞാൻ പറഞ്ഞില്ല, അത് വരത്തില്ല. സാർ ഒരു കാര്യം ചെയ്യാം,
ഇതല്ല ഇതിന്റെ അപ്പുറത്തെ സംഭവം ഞാൻ ചെയ്തിട്ടുള്ളതല്ലേ. ഞാൻ ഇത് ഊരി തന്നാ മതിയല്ലോ സാറിന്. ഊരി തന്നാ മതി, നിന്നെ കൊണ്ട് നടക്കുവോ? ഞാൻ ഊരി തരാം, ഇവരെ വിടരുത്, ഇവരെ വിടരുത്. എന്റെ പൊന്നിയേട്ടാ, ഞാനൊരു കാര്യം പറയാം. അപ്പുറത്തെ ആ ലോട്ടറി വിൽക്കുന്ന ശിബുചേട്ടനില്ലേ, ശിബുചേട്ടൻ തട്ടുകട നടത്തുന്ന ശാരദ ചേച്ചി, പൂ വിൽക്കുന്ന രമണി ചേച്ചി, അവരോട് ആരെങ്കിലോടും പോയി ചോദിച്ചോ ഏട്ടാ, ഞാൻ നല്ലൊരു പെണ്ണാ ഏട്ടാ, നല്ല പെണ്ണാ. ഈ വള ഇട്ടോണ്ട് പോയിട്ട് 2 ആഴ്ച ഞാൻ പൈസ അതിന്റെ അല്ല വള ഊര. എന്താ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെ ഞാൻ പോയി തിരക്കി. എന്ത് ഒരു ലോക കൂടായ്പ, എല്ലായിടത്തും പോയി പൈസ പറ്റിക്കലാണ് ഇവരുടെ പരിപാടി. ആരാന്നും പറഞ്ഞു ഇവിടെ വന്നത്? സിനിമാനിയാ ഇവരെ? ഇല്ല, ഇവര് സിനിമാനി, ഇവര് ഉടായ്പാണെന്ന് ഇവര്. എങ്ങനെയെങ്കിലും ഈ വള എടുക്ക്. ഞാൻ ഇപ്പൊ ഇവരുടെ ആ വള ഇതെന്ത് ചെയ്യാൻ പോകുന്നു? ആ വള അറുത്തെടുക്കാനാണ്. ഓരോ ശീലവും ഞങ്ങൾ അറക്കും. നിന്റെ കൈ ഇപ്പൊ മുറിക്കും. കൈ മുറിക്കും, എന്നിട്ട് വള ഞങ്ങൾ എടുക്കും. കയ്യെന്ന് വിടറോ, വള ഉണക്ക വള, ഒരു വള. എന്തുവാണ് ഇത്? തന്റെ വളയെ കൊണ്ട് ഞാനങ്ങ് നാട് വിടത്തൊന്നുമില്ല. വള 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 എന്ന് പറയുമ്പോൾ വളവളാന്നങ്ങ് തുടങ്ങിയല്ലോ. ആദ്യമേ തരാൻ പാടില്ലായിരുന്നു. മഹാ കള്ളിയാണ് നിങ്ങൾ. ഞാൻ കള്ളിയൊന്നും ആയിട്ടല്ല. ഒരു വള വന്നപ്പോഴത്തേക്ക് നീ എന്റെ കൈ മുറിക്കാൻ പോയി. അപ്പം ഈ കിടക്കുന്ന നീ എന്റെ കഴുത്ത് മുറിക്കുമല്ലോടാ. ഞങ്ങളെന്താ നിങ്ങളുടെ കഴുത്ത് മുറിക്കണത്? പിന്നെ ഈ മാല നീ എങ്ങനെ എടുക്കുമെന്നാ? അതും എടുത്താ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ്, അടുത്ത ടീം രജി ചേട്ടനുണ്ട്, വിഷ്ണു ഉണ്ട്, പ്രജിത്തുണ്ട്. അടിപൊളി. വേറെ ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഈ ഒരാഴ്ച എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ഗോവയ്ക്ക് പൊക്കളയും. ഈ ഗോവയ്ക്ക് പോവാണോ? ഞാൻ ഇപ്പൊ ഗോവയ്ക്ക് പോകും. ഈ പോവാണ് നിന്റെ കൂടെ പെട്ടി എടുത്തിട്ട് ഞാനും വരും ഗോവയ്ക്ക്. നിങ്ങൾ പോകല്ലേ? ഞാനും ഉണ്ട് ഗോവയ്ക്ക്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്ട്? അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ ക്ലൈമാക്സ് മാറ്റി പിടിക്കുന്നു. അതുകൊണ്ടാണ് ഞാനും ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പൊ പോവല്ലേ ഗോവയ്ക്ക്? അങ്ങനെ നമ്മള് ഗോവയിലെത്തി. ഒരേ സമയം വരാനും പോകാനും പറ്റിയ ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ഇത്. ഏത്? ഗോവ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? തുടക്കത്തിലെ ഒരു പൊട്ടിച്ചിരി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടതാ. അടിക്കോ അടി. ഇപ്പൊ ഒരു പൊട്ടിച്ചിട്ടില്ലേ, അതിട്ട് മൂടാൻ ഒരു കുഴി ഉണ്ടാക്കുമായിരുന്നു. ഇനി വന്ന ഒരു കാര്യം പറയട്ടെ. എന്താവാ? ഇവിടെ മൊത്തം കുടിൽ വ്യവസായമാണെന്ന് തോന്നുന്നു. അതന്നാ? ഞാൻ ആ പാറപ്പുറത്ത് നിന്ന് കയറി നോക്കിയപ്പോ മൊത്തം മെഴുകുതിരി ഉണക്കാനിട്ടേക്കുന്നെന്ന്. അയ്യോ, അത് മെഴുകുതിരി ഉണക്കാനിട്ടേക്കുന്നതല്ല, പിന്നെ സായിപ്പുമാര് വെയില് കൊള്ളാൻ വേണ്ടി കവന്ന് കിടക്കുന്നതാ. അങ്ങനെ ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ, എന്തിനാ കിടക്കുന്നേ? ചിലപ്പോ ഒന്ന് വെളുത്താലോ. അതെ, ഇവിടെ കിടക്കാൻ നിക്കണ്ട. അതെന്താ? വല്ല കിടക്കാക്കെ വന്ന് ഉണക്കമീനാന്ന് പറഞ്ഞ് കൊത്തിയെടുത്തോണ്ട് പോകും. കാക്കത്തെങ്കിലും ഒരു നേരത്തെ ആഹാരം ആകട്ടെ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നൈറ്റ് വൈബിന് അങ്ങ് പോയാലോ? ഞാനങ്ങും വരുന്നില്ല. കണ്ടു എന്നെ കയറി പിടിക്കുമെന്ന്. പിന്നെ പച്ചമാങ്ങ തിന്നാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ ആരേലും ഒതളങ്ങ ഉപ്പിലിട്ട് തിന്നോ? ഞാൻ ഇന്ന് കുളിച്ചേച്ചും വെച്ച് വരാം. ഏത് ഈ തോർത്ത് കൊടുത്തോണ്ടോ? എടീ, ഈ തോർത്തിന്റെ മഹത്വം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ. എന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കുളിക്കാൻ പോകുമ്പോ ഉപയോഗിക്കുന്ന തോർത്തായത്. ഞങ്ങളിത് ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോഴേ ഉടുക്കത്തുള്ളൂ. ഈ തോർത്ത് കൊടുത്തോണ്ട് കുളിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇവിടെ പ്രായപൂർത്തിയായ പെൺപിള്ളേർ ഇവിടെ നിപ്പുണ്ട്. അതാരാ? ഞാന്. തുപ്പിയത് പിന്നെ എന്റെ വായി ഈ ചോയാ പിന്നെ ഞാൻ വിഴുങ്ങണോ അത്? എടീ, നമ്മുടെ നാട്ടിലൊക്കെ കുളിസിയും കാണുന്നേരം നമ്മൾ എന്തോ ചെയ്യോടി? ആ ചൂലും കെട്ടിന് അടിച്ച് ഓടിക്കും. അടിക്കും. എന്താ നീ കണ്ട് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. കുളിസിയും കാണുന്നവരെ കാശും കൊടുത്തിരുത്തേക്കുന്ന കണ്ടോ? അയ്യോ, അതല്ല മനുഷ്യന്, അത് ലൈഫ് ഗാർഡാണ്. എന്ന് വെച്ചാ നമ്മൾ ആരെങ്കിലും തുറയാൻ വേണ്ടി വെള്ളത്തിലോട്ട് വീഴുവാണെങ്കിൽ അവര് നമ്മളെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് കയറ്റും. ആണോ? ഞാൻ മുങ്ങിപ്പോയാലും അവര് പിടിച്ചല്ലേ കയറ്റുമായിരിക്കും, ഇല്ലയോ? അതെങ്ങനെ ശരിയാവും? പാത്തടി വെള്ളത്തിട്ട് അത് പൊങ്ങി തന്നെയല്ലേ കിടക്കുന്നേ? അയ്യോ, എന്തോ ഇത്ര ചിരിക്കാൻ? ഞാൻ ഈ കല്ലുമ്മക്ക കാണുമ്പോ ഉണ്ടല്ലോ എന്റെ കെട്ടിയവനെ ഓർമ്മ വരുന്നേ. എന്താ? അതെവിടെ കൊണ്ടുവച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളു. പിന്നെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയോ? എന്റെ ദൈവമേ, ഞാനൊരു ദിവസം കക്ക വാരാൻ വേണ്ടി കായലിറങ്ങി. ഇറങ്ങിയപ്പോ എന്റെ പുറത്തൊരു ഞണ്ട് കയറിയിരുന്നു.
എന്നെ ഈ ഞണ്ടിനെ കുറിച്ച് നാട്ടിൽ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? അയ്യോ, നിനക്ക് നേരെ നടക്കുന്നവരെ ഇഷ്ടമല്ല, ഇങ്ങനെ ചരിഞ്ഞ് നടക്കുന്നവരെ ഇഷ്ടമെന്ന്. എന്താ പറയുക ഇത് കേൾക്കുന്നവര് വിചാരിക്കട്ടെ നമ്മളും സായിപ്പന്മാരാണെന്ന്. നിങ്ങളിത് എന്താന്നാ പറയുന്നേ? ഞങ്ങൾ ഇംഗ്ലീഷ് പറയുക. ഞാൻ വിചാരിച്ച് രണ്ടുപേർക്കും ഒരുപോലെ തള്ളി വന്നാണെന്ന്. എടി നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്താവാ? എന്റെ അമ്മ ഇവിടെ വന്നപ്പോഴേ ഈ സായിപ്പന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഭയങ്കര സ്പ്രേയുടെ മണവാടി. ആണോ? ആ, അതുപോലെ നമ്മൾ 3 പേര് നിന്ന് ഇറങ്ങിയപ്പം കൊട്ടൻ ചുക്കാലിയുടെ മണവാ. ഏകവചനം പറഞ്ഞാ മതി, ബഹുവചനം പറയണ്ട. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് കാലു കുത്തിയോ അന്നാണ് ഇവിടെ പൊട്ടൻ ചുക്കാത്തിയുടെ മണം വന്നത്, അല്ലേ? അത് കറക്റ്റ്. അതെ. അപ്പൊ ഞാൻ വന്നതാണ് കുഴപ്പം. അതെ. ഞാനങ്ങ് പോയേക്കാം. അതെ, ഓംനേഷ്, എന്തുവാ? അങ്ങനെ പോകാൻ പറ്റും. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുവാ? അങ്ങോട്ട് വന്നേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആദ്യം നിങ്ങളുടെ നടപ്പ് ശരിയാക്കണം. അതെന്താ? അല്ലെങ്കിൽ കാണുന്നവര് പറയും നിങ്ങൾ ഭൂമിക്ക് കാറ്റടിച്ച് നടക്കുവാണ്. അല്ലെ തന്നെ കാറ്റ് പോയിരിക്കോ, പിന്നെ കാറ്റടിച്ച് കിടക്കുന്നു. എന്റെ ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ഗോപ വന്നല്ലയോ, എനിക്ക് മുടി ഒന്ന് പുകയ്ക്കണം. എന്തായാലും ഉടനെ തന്നെ കത്തിച്ച് കളയാനുള്ളതല്ലേ മൊത്തം. പിന്നെ മുടിയായിട്ട് ഇങ്ങനെ പുകയ്ക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ദാണ്ട് ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? വീട്ടിൽ വെച്ച് മറന്നുപോയെന്ന്. മെസ്സേജ് വന്നത് വീട്ടിൽ നിന്ന് വാട്സപ്പില്. അയ്യോ, എന്തോ പിള്ളേരുടെ മെസ്സേജാ കേട്ടോ. അപ്പച്ചനും അമ്മച്ചും ഇത് എവിടെ പോയേക്കുവാ, ഞങ്ങൾ ഇതേണ്ട വാതിക്കെ വന്ന് നിൽക്കുന്നെന്ന്. അയ്യോ, അതുങ്ങൾ അറിഞ്ഞു കാണത്തില്ലേ നമ്മൾ ഗോവ വന്നത്. ഒരു കാര്യം ചെയ്താലോ, നമുക്കിവിടെ ഗോവയിൽ നിന്നോണ്ട് ഒരു റീൽസ് ചെയ്ത് ഇട്ട് കൊടുത്താലോ? സർപ്രൈസ് കൊടുക്കാം. അതാ നല്ലത്. ഓംനേഷേ, ഇനി വന്നേ. എന്നാ പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിലൊരു റീൽസ് ചെയ്ത് ഇടാൻ പോവാ. അപ്പൊ അതൊന്ന് വീഡിയോ എടുത്ത് തരണം. തരാമല്ലോ. ഇത് വെച്ചിട്ട് എടുക്കണം. എടുക്കാനൊക്കെ അറിയാവോ? ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ആരെങ്കിലും എടുക്കുന്നത്. ഓച്ചരക്കാളെ കടന്ന് ചാടുന്നു പറഞ്ഞു തന്നെ. ഓച്ചരക്കാളയോ? നോക്കിയത് അങ്ങനെ ഉണ്ട് നോക്കി. അയ്യോ, ശരിയായി. നിന്റെ അഭിനയം ശരിയായില്ല കേട്ടോ. അഭിനയം ശരിയായില്ല. ഓംനേഷ് ഒന്ന് കാണിച്ചു കൊടുത്തു. മൊബൈൽ കാണിച്ചു കൊടുക്കും. നീ കണ്ടടി പെണ്ണുങ്ങളെ കളിക്കുന്നവരെ കണ്ടുപടി. റെഡിയാണോ? റെഡി. ഇത് അടിപൊളിയാ കേട്ടോ. അയച്ചേക്കട്ടെ. ശരി. രണ്ട് ശരിയും മീനടി. അയ്യോ, ഇതെന്റെ ഇല്ലല്ലോ. അയ്യോ, നാണക്കേടായല്ലോ. പിള്ളേർ കണ്ടു എന്തോ സമാധാനം പറയും. കുഴപ്പമില്ലെന്ന്. ഗോവ വന്നപ്പോ ഒരു മാതാമ്മയുടെ കൂടെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാ മതി. അതെന്താ തുപ്പിയത്? ഒരീച്ച എന്റെ വായിലൂടെ കയറിയതാ. അയ്യോ, ഡാൻസ് കളിച്ച് എന്റെ നടുവൊക്കെ പോയി. നീ കയ്യിലോട്ടൊന്ന് തീരുമാനം. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഈ വയസ്സാം കാലത്ത് അതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. പാട്ട് കേട്ടാ ഒരു കരമല്ലയോ? അത് കണ്ട. അയ്യോ, ഏത് കാലാ വയ്യാത്തെ? വയ്യാത്തതോ? വയ്യാത്തത് ഇവ ഇതാ. ഇതിന്റെ ഇതിനകത്ത് കഴുമ്പോ വരട്ടുന്നേ. ഇവനെ ഭയങ്കര മെനകെട്ടവനാ. ആണോ? ഈ ചെറുക്കനുള്ളതുകൊണ്ടാ മുന്നോട്ട് നടന്നു പോന്നെ. ഇവനാണ് കുണ്ടും കുഴിയിൽ എല്ലാം കൊണ്ട് ചാടിക്കുവങ്ങ്. ഇവനോ? എന്റെ നടുവിൽ എന്റെ നടുവിൽ ഒരു കൊളുത്തപ്പിടുത്തം ഉണ്ട്. ഇത് വരട്ടടി. ആണോ? പറയണ്ടേ മനുഷ്യ. മനുഷ്യനെ തോക്കാനെടുക്കല്ലേ, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് ഗോവയാണ്. പുകയുന്നോ? അയ്യോ, എന്താണ് ഇങ്ങനെ പുകയുന്നത്? തൈലം എടുത്ത് തിരുമിയത്. എന്റെ പോലെ ദൈവമേ, കാന്താരി അച്ചാറിട്ടതാണ് ഇത്. ചുമ്മാ വെള്ളം വെക്കല്ലേ. അതിനെല്ലാം പറ്റിയ സ്ഥലത്തല്ലേ നമ്മൾ വന്നേക്കുന്നത്. ഇത് സ്ഥലം ഗോവയാണ്. ഇവിടെ ഉഴിച്ചിലും പിഴിച്ചിലും മസാജ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചുമ്മാ അതല്ല, അവിടെ ബോർഡല്ല മസാജും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അതാണ്. എടി, ഇതാ പണ്ടുള്ളവര് പറയുന്നത്. ഗോവ സമസ്ത സുഖിനോപവന്തു. അതങ്ങനെ അല്ലല്ലോ പറയേണ്ടത്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. ഗോവയൊക്കെ പോയി അടിച്ചുപറിച്ചവർക്ക് 3 പേർക്ക് നല്ലൊരു കൈഡി. പ്രചോദേട്ടാ, നമ്മള് ഒരു സ്കിറ്റിന്റെ 2ാം ഭാഗമാണല്ലേ? നേരെ ഗോവയ്ക്ക് തിരിച്ചു വരികയാണ്.
എനിക്ക് തോന്നിയത് നിങ്ങളുടെ കളിയുടെ പ്രശ്നമല്ല, ഇതിനകത്ത് 3 പേർക്കും ഒരു കൺഫ്യൂഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഹ്യൂമറിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ബേസിലൊന്നും നിങ്ങൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കണം, പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജോദേട്ടാ. ഷാജേട്ടാ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫസ്റ്റ് മറ്റേ സ്കിറ്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഹോംനേഴ്സും രണ്ടുപേരുടെ നേരെ ഗോവയ്ക്ക് വരികയാണല്ലേ. അവിടം വരെ ഒക്കെ ഓക്കെ ആയിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു. നിങ്ങളുടെ കോസ്റ്റ്യൂമും നമ്മുടെ ബാക്ക് ടോപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ഗോവൻ ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നല്ല നല്ല പൊട്ടിച്ചിരി തമാശകളോ അല്ലെങ്കിൽ നല്ല ചിരി വരുന്ന പരിപാടികളോ കുറവായിരുന്നു. അത് ആ കുറവെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെറിയ കുറവല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം അത് നോക്കിയിട്ട് നല്ല നല്ല പൊട്ടിച്ചിരികളുമായിട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. നസീർക്ക, അല്ല, നമ്മൾ സക്സസ് ആയി നിന്ന ഒരു എപ്പിസോഡിൻ്റെ സെക്കൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ മേളിലായിരിക്കണം സെക്കൻഡ്. അല്ല, നമ്മൾ ആദ്യം ചെയ്തു വെച്ചതിൻ്റെ വിലയും കൂടെ രണ്ടാമത് ചെയ്യുമ്പം പോവും. എന്തായാലും ഈ ഗോവ ട്രിപ്പ് അത്ര സക്സസ് ആയില്ല, നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം ഗംഭീര ഒരു സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, എത്ര മാർക്ക്? ഞാൻ ഇവർക്കൊരു 5000 രൂപ കൊടുക്കും. 5000 രൂപ. നസീർക്ക, ഞാനൊരു 4000 രൂപ കൊടുക്കും. ടോട്ടൽ 9000 രൂപ ആയിട്ടുണ്ട്. പ്രജോദേട്ടാ, അപ്പോൾ അതാ ബാക്കി വിളിച്ചു. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. അടുത്ത പ്രാവശ്യം നല്ലൊരു ഉഗ്ര നൈറ്റായിട്ട് വന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചോട്ടോ കേട്ടോ രജി ചേട്ടാ. മക്കളെ, നമ്മള് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയമായല്ലേ? കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, വന്നു കഴിഞ്ഞാൽ സ്കിറ്റ് കാണുന്നു, ചിരിക്കുന്നു, പോകാനുള്ള സമയം ഷടപടേന്നായിരിക്കും. അപ്പോ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വിടാം. ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.